ഇന്നലെ അപ്പാനി പുറത്തു പോയപ്പോൾ നമ്മുടെ മസ്താനി കാട്ടിക്കൂട്ടിയ കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഭയങ്കരമായിട്ട് സന്തോഷം കാര്യങ്ങളൊക്കെ ആയിട്ട്. സോ ആ ഒരു സന്തോഷത്തിനുള്ള ഒരു തിരിച്ചടി ഇന്ന് മസ്താനിക്ക് കിട്ടുന്നുണ്ട്. കാരണം പുറത്തെ കാര്യങ്ങൾ അകത്ത് പറയാൻ പാടില്ല എന്ന നിയമം ലംഘിച്ചു. അതുപോലെ തന്നെ റെന ഫാത്തിമയുടെ ഫാമിലിയെ വലിച്ചിട്ട് വഴക്കൂടിയപ്പോൾ അവരെ വലിച്ചിടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് തെറ്റുകൾ മസ്താനിയുടെ ഭാഗത്ത് പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അപ്പാനി തെറി വിളിച്ചത് തെറ്റ് തന്നെയാണ്. അതിനെയൊന്നും നമുക്ക് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റില്ല. അതുപോലെയൊക്കെ തന്നെ തെറ്റുകൾ അല്ലെങ്കിൽ തെറിവാക്കുകളോട് സാദൃശ്യമുള്ള വാക്കുകൾ അവിടെ മസ്താനിയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ലാലേട്ടൻ മസ്താനി എടുത്തിട്ട് നല്ല പോലെ തന്നെ ഏറിക്കയറ്റുന്നുണ്ട്. മസ്താനിക്ക് പണിഷ്മെൻറ്റും കൊടുക്കുന്നുണ്ട്. ഒരു ഗെയിമർ എന്നുള്ള നിലയിൽ ഒരു BB മെറ്റീരിയലാണ് മസ്താനി. പക്ഷെ ഓഡിയൻസിൻ്റെ സപ്പോർട്ട് നേടുന്നതിൽ മസ്താനി ഒരു പരാജയം തന്നെയാണ്. ബിഗ് ബോസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഓഡിയൻസിൻ്റെ ഇഷ്ടം നേടിയാൽ മാത്രം നിൽക്കാൻ കഴിയുന്ന ഒരു ഷോയാണ്. എന്ത് ചെയ്തിട്ടായാലും ബിഗ് ബോസിനകത്ത് വൈൽഡ് കാർഡായിട്ട് വന്ന മസ്താനി തീർച്ചയായിട്ടും ഒരു ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു BB മെറ്റീരിയലുമാണ്. പക്ഷെ നെഗറ്റീവ് ഗെയിമാണ് തുടക്കത്തിൽ ചൂസ് ചെയ്തിരിക്കുന്നത്. അത് മാറിയില്ല എന്നുണ്ടെങ്കിൽ മസ്താനിക്കും പെട്ടെന്ന് തന്നെ പെട്ടിയെടുത്ത് പോകേണ്ടി വരും. കാരണം ഓഡിയൻസിൻ്റെ സപ്പോർട്ട് വളരെ പ്രധാനമാണ് ഈ ഗെയിമിനകത്ത്. എന്തായാലും ഇന്നലെ ബിഗ് ബോസ് വീടിനകത്ത് അനുമോൾ അൽഫാം ആയിരുന്നെങ്കിൽ ഇന്ന് ലാലേട്ടൻ മിക്കവാറും ഉണ്ടാക്കുന്നത് മസ്താനി ഷവായിയാണ്. കാരണം മൂപ്പര് നല്ല കുക്കാണ്. അതുകൊണ്ട് ഓരോരുത്തരെയായിട്ട് ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ട് കുക്ക് ചെയ്യുന്നത് തുടരുകയാണ്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.